എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. എൻ്റെ ഇൻഫിക്സ് A+B*C എന്നുള്ളതാണ് എൻ്റെ എക്സാമ്പിൾ. നോക്കാമത്. ആദ്യം എൻ്റെ സിമ്പൽ ഓപ്പണിംഗ് പരാന്തിസ് ആണ്. അത് വന്നു കഴിഞ്ഞ് ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഞാൻ ചെയ്തു. ഇനി അടുത്ത ആൾ വന്നത് എ ആണ്. സ്റ്റാക്കിലുള്ള കണ്ടൻറ്റിനെ ഞാൻ അതേപോലെ താഴ്ത്തി എഴുതുന്നു. എ എന്ന് പറഞ്ഞൊരു ഓപ്പറൻ്റ് ആണ്. ഓപ്പറൻ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യരുത്, ഡയറക്റ്റായിട്ട് എവിടെ കൊണ്ടുപോയി എഴുതണം, അദ്ദേഹത്തിനെ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. ഞാൻ എഴുതി. അതിനുശേഷം പ്ലസ് വന്നപ്പോൾ പ്ലസ് ചെയ്യുന്നതിന് മുന്നേ തൊട്ട് മുകളിലുള്ള സാധനങ്ങൾ ഞാൻ തൊട്ട് താഴത്തേക്ക് താഴ്ത്തി എഴുതി. ഈ പ്ലസ് ഒരു ഇൻകമിങ് ഓപ്പറേറ്ററാണ്. ഇൻകമിങ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ സ്റ്റാക്ക് എംപ്റ്റി ആണോ അതോ സ്റ്റാക്കിലേക്ക് ലാസ്റ്റ് പുഷ് ചെയ്തത് ഒരു ഓപ്പണിംഗ് പരാന്തിസിനെ ആണോ എന്ന് നോക്കണം. സ്റ്റാക്ക് എംപ്റ്റി അല്ല, പക്ഷെ സ്റ്റാക്കിലേക്ക് ലാസ്റ്റ് പുഷ് ചെയ്തത് ഒരു ഇൻകമിങ് ഓപ്പറേറ്ററിനെയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പ്ലസിനെ പുഷ് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത ബി വന്നു. തൊട്ട് മുകളിലുള്ള സാധനങ്ങൾ ഞാൻ അതേപോലെ താഴ്ത്തി എഴുതി. ബി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറൻ്റ് ആണ്. ഒരു ഓപ്പറൻ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിലേക്ക് അതിനെ കൊണ്ടുപോയി എഴുതുക എന്നുള്ളതാണ്. സോ ഞാനത് എഴുതി. അതിനുശേഷം സ്റ്റാർ വന്നു. സ്റ്റാർ ഒരു ഇൻകമിങ് ഓപ്പറേറ്റർ ആണ്. ഞാൻ തൊട്ട് താഴെയുള്ള എല്ലാറ്റിനെയും ഞാൻ എന്ത് ചെയ്തി, തൊട്ട് മുകളിലുള്ള എല്ലാറ്റിനെയും ഞാൻ താഴ്ത്തി എഴുതി. ഇനി പക്ഷെ നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റാറിനെ പുഷ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യണം നോക്കണം. ഈ സ്റ്റാക്ക് ഇപ്പോൾ ഫ്രീ അല്ല, അതായത് എംപ്റ്റി ആയിട്ടല്ല നിൽക്കുന്നത്. സ്റ്റാക്കിൽ ലാസ്റ്റ് പുഷ് ചെയ്തിട്ടുള്ള ആൾ ഒരിക്കലും ഓപ്പണിംഗ് പരാന്തിസും അല്ല, പ്ലസ് ആണുള്ളത്. സോ ഞാൻ ചെക്ക് ചെയ്യണം. എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രയോറിറ്റി ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാറിൻ്റെയും പ്ലസിൻ്റെയും പ്രയോറിറ്റി ചെക്ക് ചെയ്യണം. പ്ലസിനേക്കാൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആളാണ് സ്റ്റാർ. അതുകൊണ്ടൊന്നും നോക്കണ്ട, എനിക്ക് എന്ത് ചെയ്യാം, സ്റ്റാറിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഓക്കെ. അടുത്ത സി വന്നപ്പോൾ ഞാൻ തൊട്ട് മുകളിലുള്ള ആൾക്കാരെയൊക്കെ താഴ്ത്തി എഴുതി. AB. സി എന്ന് പറയുന്നത് ഒരു ഇൻകമിങ് ഓപ്പറൻ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതാം. ഇനി ക്ലോസിംഗ് പരാന്തിസ് വന്നു. ഇത് സി ആണ്, ഇത് ക്ലോസിംഗ് പരാന്തിസ് ആണ്. ക്ലോസിംഗ് പരാന്തിസ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എപ്പോഴാണോ ഒരു ഓപ്പണിംഗ് പരാന്തിസിസ് കാണുന്നത് അതുവരെയുള്ള ഓരോന്നിനെയായിട്ട് പോപ്പ് ചെയ്യുക, ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതുക. അപ്പോൾ ഔട്ട്പുട്ടിൽ ഓൾറെഡി ABC ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ പോപ്പ് ചെയ്ത് തുടങ്ങേണ്ടത്. ആദ്യം സ്റ്റാറിനെ കണ്ടു, സ്റ്റാറിനെ ഞാൻ പോപ്പ് ചെയ്തു, ഇവിടെ കൊണ്ടുപോയി എഴുതി. അതിനുശേഷം ഞാൻ പ്ലസിനെ കണ്ടു, പ്ലസിനെ പോപ്പ് ചെയ്തു, ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതി. അടുത്ത ഓപ്പണിംഗ് പരാന്തിസിസ് കാണുന്നത് വരെയുള്ള എല്ലാം കഴിഞ്ഞു. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പോൾ A+B*C എന്നുള്ള ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ABC*+ എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ.